രാവിലെ ഞാൻ എണീറ്റ് വന്ന വാക്ക് കാണുന്നത് സോനുവിൻ്റെ മുറിയിലെ കബോർഡിനകത്ത് സാധനങ്ങൾ എടുക്കാൻ അടുക്കളയിൽ കിടന്ന കസാര എടുത്ത് വലിച്ചുകൊണ്ട് വന്ന് ഇട്ട് കയറുന്നതാണ്. ഇന്ന് നമ്മളൊരു യാത്ര പോകുന്നുണ്ട്. ഇത് നന്ദുവിൻ്റെ പഴയൊരു പാവാടയാണ്. അപ്പോൾ അവൾക്ക് അരഭാഗം കൊണ്ട് ഭയങ്കര ടൈറ്റായിരുന്നു. അതുകൊണ്ട് ഞാൻ അത്രയും ഭാഗം കട്ട് ചെയ്ത് പുതിയ തുണി വെച്ച് നമ്മൾ തയ്ച്ച് ഒന്നിച്ച് ചേർക്കുകയാണ്. അപ്പോൾ വണ്ണം കിട്ടാൻ വേണ്ടി. പിന്നെ നമ്മൾ ചെറിയ പാവാടയാണെന്ന് ഓർത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യൂസ്ഫുള്ളാണ് ഇങ്ങനെയൊക്കെയുള്ള പാവാട. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പാവാട ഉണ്ടെങ്കിൽ നമ്മളാരും കളയാതെ ആ ഒരു പടി അഴിച്ച് വീണ്ടും മണ്ടയ്ക്കത്തെ പടി ഒന്ന് വെച്ച് ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു അരവണ്ണമൊക്കെ കിട്ടും. അങ്ങനെ ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയും ഞാനാണെങ്കിൽ ധൃതി വെച്ച് ചെയ്യുവാണ്. ഇന്ന് വൈകിട്ടാണ് പോകേണ്ടത്. ഇപ്പോഴാണ് എനിക്ക് മാവേലിക്കര പോവുകയും വേണം. അപ്പം ഞാൻ കുളിച്ചൊരുങ്ങി റെഡിയായിട്ട് വന്ന ആ ഒരു ചെറിയ ഗ്യാപ്പിലിരുന്നാണ് ഞാനിത് ചെയ്യുന്നത്. സോനു ആണെങ്കിൽ രാവിലെ തന്നെ പണി ഓരോന്നോരോന്നായിട്ട് ഒതുക്കുകയാണ്. ആദ്യം സിറ്റൗട്ടെല്ലാം തൂത്തിട്ട് തുടയ്ക്കാമെന്നൊക്കെ എന്നോട് പറഞ്ഞ് ഞാനാണെങ്കിൽ ഈ സൈഡിലത്തെ വള്ളി പോയി എന്നിട്ട് കൈ കൊണ്ട് ഞാനിങ്ങനെ കറക്കി കൊടുക്കുകയാണ്. എങ്ങനെയെങ്കിലും കറക്കിയത് കുറച്ചല്ലേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ എടുക്കാൻ. എന്നാലും താഴെ കുനിഞ്ഞിരുന്ന് വള്ളിയിടാൻ വയ്യ. അത്രയ്ക്ക് വയ്യാത്തൊരു അഹങ്കാരം അല്ലേ നോക്കിയേ. പിന്നെ ആണെങ്കിൽ അടിയിലത്തെ നൂല് തീർന്നിട്ട് അതും സൈഡിൽ വെച്ച് കുരുക്കാതെ അതും കൈകൊണ്ട് തന്നെ കുരുക്കുകയാണ്. പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് എനിക്ക് പോകേണ്ട സ്പീഡ് കൊണ്ടാണ് പെട്ടെന്ന് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിങ്ങനെ പെൻഡിങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനങ്ങൾ ഒതുക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ കിടക്കും. അതുകൊണ്ട് ഞാൻ ഓർത്ത് എന്നാൽ ഇത് മാത്രം വെച്ച് ചേർത്ത് വെച്ചിട്ട് വേഗം പോകാമെന്ന് ഓർത്ത് കുളിച്ച് റെഡിയായിട്ട് ഞാനാണ്ട് ഇറങ്ങുവാണ്. ഇറങ്ങി നമ്മൾ മാവേലിക്കര എത്താറായപ്പോഴത്തേക്ക് രാവിലെ കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് വിശന്നു. അപ്പോൾ എന്നാലും പൊറോട്ട കഴിക്കാമെന്ന് വിചാരിച്ചു. പൊറോട്ടയോടുകൂടെ നല്ല വെജിറ്റബിൾ കറിയാണേ. എന്താണെന്നറിയത്തില്ല, ഒരു 10:30 ആ സമയം ആയതുകൊണ്ടായിരിക്കും പൊറോട്ടയ്ക്കും വെജിറ്റബിൾ കറിക്കും ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഈ സമയം തെറ്റിയുള്ള കഴിക്കുന്ന സമയത്തൊക്കെ നമ്മൾ വിശന്നിരുന്ന് കഴിക്കുമ്പോൾ നമുക്കൊരു രുചി പ്രത്യേകം തോന്നാറുണ്ടല്ലോ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. പിന്നെ ആണെങ്കിൽ ആ കുതിർന്ന പൊറോട്ടയും ആ കിഴങ്ങറിയും കൂടി ഒരു പിടിയും കൊണ്ട് പിടിച്ചു. ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് എനിക്കാണെങ്കിൽ കൊണ്ടുപോകാനുള്ള വളയും മാലയും ഒന്നും മേടിച്ചില്ല. 3 മണിക്കാണ് എനിക്ക് ട്രെയിൻ. മാവേലിക്കരയിൽ നിന്ന് വന്നപ്പോൾ തന്നെ 12 മണിയായി. എൻ്റെ ഫോണിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയിരുന്ന് അതും മാറ്റി നേരെ ഞാൻ ഫാൻസിലോട്ട് കയറി. എനിക്ക് പറ്റിയ ചുമന്ന വള ഞാൻ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു. പക്ഷെ നന്ദുവിന് പറ്റിയ വളയാണ് കണ്ടുപിടിക്കാൻ ഭയങ്കര താമസം. അവൾക്ക് പറ്റിയ അളവ് കിട്ടിയപ്പോഴത്തേക്ക് കളർ കിട്ടിയില്ല. ഇതായിരുന്നു ഏതാണ്ട് ആ ഡ്രസ്സിൻ്റെ കളറ്. ഞാൻ ആ കളറിൻ്റെ കുറേ എടുത്തെടുത്ത് നോക്കി, പക്ഷെ ഒന്നും അളവ് കിട്ടുന്നില്ലായിരുന്നേ. ആ ഡ്രസ്സിൻ്റെ പോലെ 7 അയലത്ത് കിട്ടാത്തതിൻ്റെ ഒരു കളറാണ് കിട്ടിയത്. പക്ഷെ നമുക്ക് ഈ കളർ വേണ്ടതുകൊണ്ട് ആ അളവ് കിട്ടിയിട്ടും കാര്യമില്ലല്ലോ, കളർ വേറെ ആണല്ലോ. പക്ഷേ ഇതിൻ്റെ എല്ലാ അളവും ഉണ്ടായിരുന്നു. അവളുടെ കൈ ചേരുന്ന അളവൊഴികെ ബാക്കിയെല്ലാം. പിന്നെ ഞാൻ ഓർത്തെന്നാൽ ഇവിടെ നിന്ന് ഇറങ്ങാൻ സമയം വെറുതെ കളയണ്ട. ഇവിടുന്ന് ഞാൻ എനിക്ക് പറ്റിയൊരു കുപ്പിവളയും എനിക്കൊരു ജിമിക്ക് കമ്മലുമാണ് എടുത്തത്. ബാക്കിയൊക്കെ ഞാൻ അപ്പുറത്തെ കടയിൽ നിന്ന് മേടിക്കാമെന്ന് ഓർത്ത്. പിന്നെ ആ പയ്യൻ എന്നോട് പറഞ്ഞു, ചേച്ചി ഇത് നോക്കി. അപ്പോൾ ഞാൻ ഓരോന്നും വെച്ച് നോക്കും. അപ്പോൾ ഞാൻ പറഞ്ഞുണ്ട് ഇത് അളവല്ല, ഇതൊന്നീ വലുത് അല്ലേ ചെറുത് മേടിച്ചുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവളുടെ കയ്യിലിടുമ്പോൾ അവൾക്ക് വേദന എടുക്കത്തില്ലേന്ന് ഓർത്ത് ഞാൻ മേടിച്ചില്ല. എന്നിട്ട് ജനതയെ വന്നിട്ട് ഞാൻ അവൾക്ക് പറ്റിയ വള നോക്കുവാണ്. പക്ഷെ പെട്ടെന്നാണ് ചേച്ചി എടുത്തു തന്ന്. ഞാൻ അങ്ങോട്ട് ചെന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. വളരെ സ്പീഡായിരുന്നു വള കിട്ടിയത്. പിന്നെ സ്ലൈഡും കാര്യങ്ങളും എല്ലാം എടുത്ത് വേഗം വീട്ടിലോട്ട് വന്ന് അപ്പോഴാണ് പപ്പ വിളിച്ചത്. പപ്പ ചാരുമുട്ടി വന്ന് വേഗം വരാൻ പറഞ്ഞ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പപ്പ ഇങ്ങനെ ചാരുമുട്ടി വരുമ്പോൾ വിളിക്കും. പോകാൻ പറ്റുന്ന സമയത്തൊക്കെ പോയി കാണാറുണ്ട്. അങ്ങനെ ഇന്ന് സമയമില്ലെങ്കിലും ഞാൻ വേഗം പോയി കണ്ട്. എന്നിട്ട് നമുക്ക് രാത്രി കഴിക്കാനുള്ള ചോറ് പൊതിയാൻ വേണ്ടി ഇലയൊക്കെ വെട്ടി വാട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഗ്യാസ് തീർന്നെന്ന് വിചാരിച്ച് ഭാഗ്യം ഗ്യാസ് തീർന്നില്ല. പിന്നെ ഇലക്കകത്തോട്ട് ചോറും ഇട്ട് നമ്മുടെ പയറ് മെഴുക്ക് പുരട്ടിയിട്ട് നമ്മുടെ മാവിൽ തന്നെ മാങ്ങ വെച്ച് ചമ്മന്തി അരച്ച് അതും എടുത്ത് നമ്മുടെ ഉണക്ക കൊണ്ടാട്ടം പാവയ്ക്ക കൊണ്ടാട്ടം അത് പിന്നെ ആ പേപ്പറിൽ തന്നെ പൊതിഞ്ഞ് മാറ്റി വെച്ചിട്ട് അച്ഛനുള്ള ചോറ് വിളമ്പി. ഞാൻ കണവ കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് എടുത്തില്ല, സ്മെല്ലോ കാര്യങ്ങളോ ആണോ എന്ന് വിചാരിച്ച് പിന്നെ അച്ഛന് ചോറും കറികളും എല്ലാം ഡൈനിങ് ടേബിളിൽ വിളമ്പി അടച്ച് വെച്ച്. അപ്പം തന്നെ സമയം 3 മണിയായി. പിന്നെ പെട്ടെന്ന് റെഡിയായി ഇറങ്ങി. അണ്ണൻ പറഞ്ഞാൽ എന്നാൽ ബസ് സ്റ്റോപ്പിലോട്ട് വിടാമെന്ന് വിചാരിച്ച്. എന്നാൽ ബസ് സ്റ്റോപ്പിലോട്ട് വിടും, കാരണം ലഗേജും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ തൂക്കി നടന്ന് ബസ് കയറി പോകണ്ടല്ലോ. ഈ കുപ്പി എടുത്ത് കൈ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൻഡ് ബാഗിൽ വെക്കാം. എപ്പോഴെങ്കിലും വെള്ളം വേണമെങ്കിൽ വലിയ കുപ്പിക്കകത്തുനിന്ന് കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ച് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും നല്ലൊരു ഗുണമായിട്ടാണ് എനിക്കത് തോന്നിയത് കേട്ടോ. ബസ് സ്റ്റോപ്പിലോട്ട് പോകാൻ ഇറങ്ങിയപ്പോഴാണ് അനിത ആൻറ്റിയെ റോഡിൽ വെച്ച് കണ്ടത്. അപ്പം ഞാൻ അനിത ആൻറ്റിയുടെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇനി ഞാൻ 3 ദിവസം കഴിഞ്ഞ് കാണാമെന്ന് ഓർത്ത് അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിട്ട് ഇറങ്ങുവാണ്. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിട്ട് നന്ദപ്പനാണെങ്കിൽ ബസ് സ്റ്റോപ്പിൽ വന്നിടം തൊട്ട് ചെറിയ ബഹളം കൊണ്ടിരുന്ന്. ഞാൻ ഇപ്പോഴേ പറഞ്ഞു ബഹളം എങ്ങാനും വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ ഇപ്പോൾ കൊണ്ടുവിടുമെന്ന് പറഞ്ഞ്.
അതും പേടിച്ച് അവളവിടെ നിന്നപ്പോഴാണ് ബസ് വന്നത്. ബസ്സിൽ കയറി ചാരുമൂട് എത്തിയപ്പോൾ കുഞ്ഞമ്മ ആ ബസ്സിൽ തന്നെ കയറി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തി. പിന്നെ നമ്മുടെ നീണ്ട കാത്തിരിപ്പ് ട്രെയിനിന് വേണ്ടിയാണ്. നമ്മളൊരു 3:40 വന്നു, 4:20 ട്രെയിനെന്ന് പറഞ്ഞു. പിന്നെ നീണ്ട കാത്തിരിപ്പിൽ കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തുകൊണ്ട് ഈ ട്രെയിൻ വരുന്നുണ്ടല്ലോ, ഈ ട്രെയിനിൽ ഇറങ്ങിയവരാണ് ഇപ്പുറത്തോട്ട് ചാടുന്നത്. ആ റെയിൽവേ പാളത്തിൽ കൂടെ തന്നെ എന്തൊരു ധൈര്യം നല്ലേ അങ്ങനെയൊക്കെ ചാടാൻ വേണ്ടി. ഞങ്ങൾ പിന്നെ ഇങ്ങനെ അതൊക്കെ കണ്ട് കുറേ കാഴ്ചകളും ഫോട്ടോസും വീഡിയോസും എടുത്ത് ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ ട്രെയിന് വേണ്ടി. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ട്രെയിൻ വരുന്ന അനൗൺസ്മെൻറ്റ് ചെയ്തു. അപ്പം നമ്മളിങ്ങനെ കുറച്ച് ഫ്രണ്ടിലോട്ട് കയറി നിന്നേ. പിന്നെ ആണെങ്കിൽ നമ്മുടെ ട്രെയിൻ വരുന്ന ദൂരേന്ന് പാവം അനങ്ങി വരുന്നൊരു ഇപ്പം ഇങ്ങെത്തും. ആ ഒരു ധൈര്യത്തിൽ നമ്മളൊക്കെ അങ്ങനെ നിൽക്കുവാണേ. ആദ്യം കയറുന്നവർക്ക് സീറ്റ് കിട്ടിയാൽ നമുക്കൂടെ സീറ്റ് പിടിച്ച് വെക്കണമെന്നൊക്കെ പറഞ്ഞാണ് കയറിയത്. പക്ഷേ ഇത്രയും ആൾക്കാർ ഇതിനകത്ത് കയറാനുള്ളതുകൊണ്ട് എന്തായാലും സീറ്റൊന്നും കിട്ടത്തില്ലെന്ന് ഉറപ്പായിരുന്നു. അതിനകത്താണെങ്കിൽ അതിലും വലിയ തിരക്കാണ്. പിന്നെ എനിക്ക് കുറച്ച് സീറ്റ് കിട്ടി. എനിക്ക് സീറ്റ് കിട്ടിയപ്പോൾ നന്ദുവിനെ എൻ്റെ മടിയിലിരുത്തി. പക്ഷേ അവൾ താഴെ വെച്ച് ബാഗിൻ്റെ പുറത്താണ് കയറിയിരുന്നത്. പിന്നെ എൻ്റെ വാച്ചയിലിരുന്ന് പണിയോട് പണിയായിരുന്നു. അതെന്താ ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെ, ഇതിനകത്ത് എന്താ പാട്ട് കേൾക്കുന്നത് എന്ന് വേണ്ട സർവത്ര സംശയം. മുട്ടായി മേടിച്ചെന്നാ മോം കൊടുക്കും. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ചോക്ലേറ്റ്സ് ഉണ്ട്, ഞാനും തരും. എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ചോക്ലേറ്റ് ഉണ്ട്. തരില്ല, ഞാനും തരില്ല ചോക്ലേറ്റ്സ്. ഒത്തിരി ഉണ്ട്, ഒത്തിരി. അങ്ങനെ 6 മണിയായപ്പോൾ നമ്മൾ എറണാകുളം എത്തി. ഇവിടെ ക്ലോക്ക് റൂമിൽ നമ്മുടെ ലഗേജും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് വെളിയിലെല്ലാം ഒന്ന് ഇറങ്ങി. വെളിയിൽ നിന്ന് ഒരു ജ്യൂസും സ്നാക്സും ഒക്കെ കഴിച്ചു. കാരണം ഇനി നമ്മുടെ ട്രെയിൻ 10:20 ഉള്ളൂ. എന്തിനാണ് ഇത്രയും നേരത്തെ വന്നതെന്ന് കുഞ്ഞമ്മയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ, ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ വെളിയിലൊക്കെ നടന്നും ഇരുന്നും ഒക്കെ കുറേ സമയം കളഞ്ഞ്. പിന്നെ ഈ സാധനം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് നടക്കണ്ട, ആക്സിലേറ്ററിൽ കയറി തന്നെ നമുക്ക് പോകാം. പക്ഷേ ഇത് കണ്ടില്ലേ, ഇങ്ങോട്ട് ഇറങ്ങുന്നത് കേടാണെന്ന് തോന്നുന്നു, ഇങ്ങോട്ട് ഇറങ്ങുന്നത് നടന്ന് തന്നെ പോകണം. ഇത് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്ഥലം തപ്പി നടക്കണേ. ഞാനപ്പോൾ പറഞ്ഞു ഇവിടെ വലിയ ആളില്ലല്ലോ, എല്ലാം ഒഴിഞ്ഞൊരു ആൾക്കാരെല്ലാം ഒഴിഞ്ഞതുപോലെ തോന്നി. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാമെന്ന്. ഇവിടെ നിന്ന് മേലോട്ട് നോക്കിയപ്പോൾ നമ്മുടെ മെട്രോ പോകുന്നുണ്ട്. അങ്ങനെ മെട്രോ ഒക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഇരുന്ന് അപ്പോൾ നന്ദുവിനോട് പറഞ്ഞാൽ ഇവിടെ തന്നെ ഇരിക്കാം. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ വട്ടം ഇരുന്നിട്ട് എല്ലാവരും ചോറ് പൊതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് പൊതി ഇങ്ങനെ അഴിച്ച് അപ്പോൾ ഇങ്ങനെ ചുറ്റുമുള്ളവരൊക്കെ നോക്കി. പക്ഷേ അവരെല്ലാം ഇങ്ങനെ തന്നെയാണ് ഫുഡൊക്കെ കൊണ്ടുവന്നവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്ന് ഫുഡൊക്കെ അഴിച്ച് തുറന്ന് കഴിക്കുമായിരുന്നേ. കുഞ്ഞമ്മയാണെങ്കിൽ നല്ല മുളക് ചമ്മന്തിയും പിന്നെ ബീൻസ് തോരനും അച്ചാറും ഉണക്കമാങ്ങ അച്ചാറൊക്കെ കൊണ്ടുവന്നേ. എനിക്കാണെങ്കിൽ ആ മുളക് ചമ്മന്തി ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാനപ്പോൾ തേങ്ങാ ചമ്മന്തിയൊക്കെ കൊടുത്തിട്ട് ആ മുളക് ചമ്മന്തിയും കൂട്ടിയാണ് ഇങ്ങനെ പിടിച്ച് കഴിച്ചത്. അതൊരു പ്രത്യേകത ടേസ്റ്റായിരുന്നു. നമ്മൾ 8 മണിക്കിരുന്നെങ്കിലും 8:20 നമ്മൾ കഴിച്ച് തീർന്നു. അത് കഴിഞ്ഞപ്പോൾ നന്ദു കഴിച്ചില്ല. നന്ദുവിന് എന്തോ മീനും മുട്ടയൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ചോറ് കഴിക്കാൻ അങ്ങോട്ട് ഭയങ്കര മടിയാണ്. അവൾക്ക് വേണ്ടി ഞാനൊരു 3 പൊറോട്ട മേടിച്ച് വെച്ചേ. അവൾക്കും കുഞ്ചിയും കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ആണെങ്കിൽ ട്രെയിൻ വന്ന് ഒരു 9:40 ആയപ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിൻ വന്നു. 10:20 എടുക്കുന്നത്. അപ്പോൾ അതിലോട്ടുള്ള ഓട്ടമാണേ. അത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, നമുക്ക് സമാധാനത്തിൽ ഇനി ഇരുന്നോ കിടന്നോ ഒക്കെ നമുക്ക് നമ്മുടെ തഞ്ചാവൂർ പോവാം. അപ്പം നമ്മൾ തഞ്ചാവൂർ പോവാണ് ഇന്ന്. ഞാൻ ആദ്യമേ ഇങ്ങനെ സസ്പെൻസ് ഇട്ട് വെച്ചിരുന്നത് ലാസ്റ്റ് പറയാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു വണ്ടിക്കകത്ത്. നമ്മൾ ആദ്യം കയറിയതിനകത്ത് വലിയ തിരക്കില്ലായിരുന്നു. അവിടെ നിന്ന് നമ്മളെ ഇപ്പുറത്തോട്ട് മാറ്റിയായിരുന്നു. ഇപ്പുറത്തെ
കമ്പാർട്ട്മെൻറ്റിൽ മാറാൻ പറഞ്ഞവർ. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. എന്നാലും നമുക്ക് ഇരുന്നും കിടന്നുമൊക്കെ പോവാം. അല്ല, കിടന്നു പോകാൻ പറ്റില്ല, ഇരുന്ന് മാത്രം പോവാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാര്യമൊക്കെ ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റിൽ ഇരുന്ന് ഇങ്ങനെ കാര്യവും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് ഭയങ്കര വൈകിട്ട് നമ്മൾ ചിരിക്കുമായിരുന്നു. ആ ചിരി കണ്ടപ്പോഴേ അറിയാമായിരുന്നു പെട്ടെന്ന് തന്നെ അവർ തൂത്തപ്പുറത്തോട്ട് വിടുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. ഒരു 10-15-20 മിനിറ്റ് എങ്ങാണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ തൂത്തിറക്കി ഞങ്ങളെ അപ്പുറത്തോട്ട് വിട്ടു. ഇനി നിങ്ങൾ അപ്പുറത്ത് പോയിരുന്ന ചിരിയും കളിയോ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി എന്നവർ പറഞ്ഞ്. പിന്നാണെങ്കിൽ ഞങ്ങളിങ്ങനെ വിശക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ചിപ്സ് എടുക്കട്ടെ എന്ന് ഓർത്തു. പിന്നെ സോനും കുക്കും പോയിട്ട് നമുക്ക് കുർക്കുറയും ലൈസും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നേ, ജ്യൂസും. അപ്പോൾ പിന്നെ അത് കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നന്ദുവിനെ കാണാൻ നമുക്ക് കുർക്കുറയും ലേസും ഒന്നും പൊട്ടിക്കാൻ പറ്റത്തില്ല. പിന്നെ അവളും കഴിച്ചുകൊണ്ടിരിക്കും. അവൾക്ക് മേടിച്ച പൊറോട്ട എന്തായാലും അവൾ കഴിച്ചില്ല. കഴിക്കുമോയെന്ന് അറിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞ്. കാരണം അവൾ 2-3 വാ ചോറുണ്ടോണ്ട് ഇനി വിശക്കുമോയെന്ന് അറിയത്തില്ലല്ലോ. എന്നാലും ഞാൻ രാത്രിയിലെങ്ങാനും ഇവൾ എണ്ണീറ്റ് വിശന്നാലോ എന്നുള്ള നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഞാനത് മേടിച്ച് വെച്ചത്. പിന്നെ ആണെങ്കിൽ ട്രെയിനകത്ത് വെട്ടം വന്നപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ എന്നെ ഊക്കുവാണോ എന്നായിരുന്നു സംശയം. കാരണം അത്രയ്ക്കൊരു കളിയാക്കലായിരുന്നു എനിക്ക് നേരിടേണ്ടി വന്നത്. ഞാനിതൊന്ന് പണി വേണ്ട വേണ്ട നന്ദു ലേസ് രാത്രി തിന്നത്തില്ല. വേണ്ട നന്ദുവിന്റെ കൊച്ചേച്ചിക്കും അഡ്മിറ്റായി 2 മിനിറ്റ് ആയതുകൊണ്ട് അഡ്മിറ്റ് ഞാൻ വീഡിയോ എടുക്കുന്നില്ല. നന്ദു താഴെ ഇരിക്കും. നന്ദു എന്താ മോനെ, എന്തോടാ പ്രശ്നം? ലൂഡോ എനിക്ക് വരണം. ട്രെയിൻ എടുക്കാറായപ്പോൾ നമ്മൾ ഇപ്പുറത്തോട്ട് മാറിയിരുന്നു. ഇവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് എയർപോർട്ടാണ്. ഞാനിങ്ങനെ എയർപോർട്ടിൽ പ്ലെയിൻ കിടക്കുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുമായിരുന്നേ. ആ കാഴ്ച കഴിഞ്ഞ് താഴോട്ട് നോക്കിയപ്പോഴാണ് ഇവിടെ മൈലാഞ്ചിയിടൽ കാഴ്ച കണ്ടത്. കുഞ്ചനാണെങ്കിൽ നല്ല ഉറക്കമാണ്. അപ്പോൾ കുഞ്ഞമ്മയ്ക്ക് മൈലാഞ്ചി ഇടാൻ വേണ്ടി സോനു പോയിരുന്നു. താമരയാണ് ആദ്യം തന്നെ വരച്ചത്. അപ്പോൾ കുഞ്ഞമ്മ പറഞ്ഞു ഞങ്ങളുടെ ചിഹ്നം തന്നെ ആദ്യം വരച്ചല്ലോ എന്ന്. അത് പറഞ്ഞിരുന്ന് ചിരിക്കുമായിരുന്നു ഞാൻ. കാരണം ഇപ്പം തന്നെ സമയം ഒരു 12 മണി ആവാറായി. ഇനി വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞ് നല്ല ഭംഗിയായിട്ടാണ് അവൾ മൈലാഞ്ചി ഇട്ട് കൊടുത്തത്. എന്നോട് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഇനി കുഞ്ചൻ ഇട്ട് കഴിഞ്ഞിട്ട് മൈലാഞ്ചി ഇടാമെന്ന്. മൈലാഞ്ചി ഇട്ട മണം അടിച്ചിട്ടാന്ന് തോന്നുന്നു ഉറക്കത്തീന്ന് അവൾ എണ്ണീറ്റ്. ഇനി അവൾക്കിടാൻ വേണ്ടി അവിടെ കൈ വന്നപ്പോൾ ഞാൻ ഓർത്തുനിന്ന് അവൾ ഇടട്ടെ എന്ന്. പിന്നെ ആണെങ്കിൽ അവളുടെ ഡിസൈനാണ്. ഇപ്പം തന്നെ സമയം ഒരു 1:30 അവൾക്ക് ഉറക്കമൊന്നുമില്ല തഞ്ചാവൂർ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ. പക്ഷേ സോനുവിൻ്റെ ഉറക്കപ്പിച്ച കാരണം താമര തിരിഞ്ഞുപോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ പറയാം തഞ്ചാവൂർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ബായ്.